ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങളിൻ്റെ വീഡിയോൻ്റെ പ്രേക്ഷകരൊക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് ഇന്നൊരു ഏതായാലും വെറുതെ ഇങ്ങനെ ഒരിക്കലും നമുക്കിന്നൊരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കാം, അഥവാ നല്ലൊരു രസത്തിലുള്ള പൊട്ടാറ്റോ ഫ്രൈ. പക്ഷേ ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ അഥവാ ഞാനിതിൻ്റെ പേരിട്ട് ഫ്രഞ്ച് ടിറ്റോ പൊട്ടാറ്റോ എന്നാണ്. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ടിറ്റോ പൊട്ടാറ്റോക്ക് നമ്മൾ എന്താ പറയുക, അതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മയോണൈസും ടൊമാറ്റോ സോസും ആവശ്യമുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ വീട്ടിൽ അത് ലഭ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. സോ നമ്മൾ ഇതിൻ്റെ പണിയിലോട്ട് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ഇതിനെ ഒന്ന് തൊലി ഒരിച്ചെടുക്കാം. സോ ഇങ്ങനെ ടക്കാക്കുമ്പോൾ പോവണം. സോ നമ്മൾ പൊട്ടാറ്റോൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഒരിച്ചെടുത്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ കാണാൻ ഇങ്ങനെയാണ് ഗൈസ് ഉള്ളത്. സോ ഇനി നമ്മൾക്ക് ഇതിനെ കട്ട് ചെയ്യണം. സോ അതിനായിട്ട് ഈ വീട്ടിൽ ഏറ്റവും മൂർച്ചയേറിയ കത്തിയാണ് ഇത്. സോ നമ്മൾ ഈ ഒരു കത്തി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാം മുറിഞ്ഞു വരണം. ഓക്കെ, സോ നമ്മൾ പൊട്ടാറ്റോ ഇങ്ങനെ സ്മാഷ് അഥവാ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഇതിനെ കുന നല്ല കട്ട് ചെയ്യേണ്ടത്, നീളത്തിൽ കട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കിത് കഴുകിയെടുക്കാം. സോ ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമ്മൾക്ക് ഇതുപോലെ ഈ ഒരു ആകൃതിയിൽ ഇത് നിങ്ങൾ വിചാരിക്കും സാധാ പൊട്ടാറ്റോ ഫ്രൈ ആണെന്ന്. സോ ഇത് സാധാ പൊട്ടാറ്റോ ഫ്രൈ അല്ല, ഇതിന് കുറച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കട്ടിങ്സിലായാലും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തുന്നുണ്ട് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലെ ഈ ഒരു സൈസിൽ എല്ലാം മുറിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഈ ഒരു തടിയൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു സെയിം ആയിരിക്കും. നമ്മൾക്ക് ഇത് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സ്മോൾ തടികളായി കിട്ടണം. സോ അതിനകത്ത് രണ്ടെണ്ണം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിയുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാവണം എന്നുള്ളതൊക്കെ. ഇത് ശരിക്കും നമ്മൾക്ക് 2 മിനിറ്റ്സ് അല്ല 2 ഹവേഴ്സ് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. പക്ഷേങ്കിൽ എനിക്കതിനുള്ള നേരമൊന്നുമില്ല. എനിക്ക് ചോറ് തിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇന്ന് വയറ്റിതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ടും വിശക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് തന്നെ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4 മണി ആയിട്ടുണ്ട്. അപ്പം 4 മണി എന്ന് പറയുക ഇവിടെ ഞങ്ങളൊക്കെ ചോറുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏശോട് നേരം വയ്ക്കുന്നത്. ഞങ്ങൾ ചോറുന്നത് 1 മണി അല്ല 2 മണിക്കാണ് സാധാരണ. ഞങ്ങൾ അതിനും നേരെ വയ്ക്കുകയാണ് തിന്നാറുള്ളത്. ഇന്ന് കുറച്ചെന്തോ നേരത്തെ ആയിപ്പോയി. സോ ഞങ്ങളിന്ന് എൻ്റെ സ്കൂളിലൊക്കെ പോയി വന്ന് അന്നപ്പോൾ നല്ല വിശപ്പുണ്ടാവും, വന്നപ്പോൾ തിന്നതാണ്. അല്ലെങ്കിൽ അപ്പോഴും തിന്നില്ല, കുറച്ചുകൂടി നേരം വെക്കും. വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വീട്ടിലിങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആ സമയം പോയില്ല. പക്ഷെ നമ്മളവിടെ പോയാൽ ചില നേരത്തുള്ളൊക്കെ സമയം പോകും. കാരണം ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് എടുക്കാൻ പോകുന്നതൊക്കെ പലർക്കും സമയം പോകാനുള്ള കാരണം. നോമ്പിലൊക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ട. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞ് തീർന്നപ്പോൾ തന്നെ ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു എഗ് ഷേപ്പ് ഓവൽ ഷേപ്പിലുള്ള ഒരു പീസ് കൂടി ബാക്കിയുണ്ട്. സോ നമ്മളിത് അതോട് ഇതുപോലെ വരഞ്ഞെടുക്കണം. നിങ്ങൾ ശരിക്കും വരഞ്ഞെടുക്കുമ്പോൾ അത് മുറിയുന്നുണ്ടോയെന്ന് അതിനുള്ള തെളിവാണ്. അത് മുറിയുന്നുണ്ട്, നല്ല രീതിക്ക് ഇത് മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മളിത് ഇതാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഓരോ പീസുകളാണ്. ഇത് കട്ട് ചെയ്തിട്ട് മുറിയായിട്ടാണ് അടിയിലോട്ട് എത്തായിട്ടാണ് കേട്ടോ. സോ നമ്മളിതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എല്ലാം ആക്കി കൊടുത്തതിന് ശേഷം കാണാം. സോ നമുക്ക് ഇനി ഈ ഒരു പൊട്ടാറ്റോസ് ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തെടുക്കണം. സോ ഞാനിപ്പോൾ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന ഒരു ടൈമിൽ ഇതിൽ വെള്ളം വരും ഗൈസ്. നമ്മൾ വെള്ളമാക്കി കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പൊട്ടാറ്റോസ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉണ്ട്, ഈസിയാണ്. പക്ഷേ എങ്കിൽ ഇവിടെ ഇൻഡക്ഷൻ കുക്കറില്ല, ഉണ്ടായിരുന്നു, അത് കേടായി. അതൊന്നും കേടതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇത് എനിക്ക് വേണ്ടി മാത്രം ഉള്ളതേ ഉള്ളൂ, വേറെ ആർക്കും ഉള്ളില്ല. സോ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കട്ടെ. ബോയിൽ ചെയ്തെടുക്കാനൊരു 2-3 മിനിറ്റ്സ് വേണം. സോ അതവിടെ ബോയിൽ ആയിക്കോട്ടെ. നമ്മൾക്കിനി അടുത്ത സാധനം വയ്ക്കാം, അതിനുള്ള മസാലകൾ. അപ്പം ഞാൻ ആദ്യമായിട്ട് അതിൽ ഒരു ബൗൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബൗൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ഇടേണ്ടത്, ഞാൻ 1 സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ബോയിൽ ചെയ്യാൻ വെക്കുന്ന സമയത്ത് ആ ഒരു പൊട്ടാറ്റോസിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, അതിൽ കുറച്ച് ഉപ്പ് പിടിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ബോയിൽ ചെയ്തതിലിട്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു മസാലയിലേക്ക് ലേശം ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി, അധികമൊന്നും ഇടാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ അതിലൊരു 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു അതിൻ്റെ ബാക്കി 1/4 സ്പൂണേ ഇതിലിടാൻ പാടുള്ളൂ കേട്ടോ. സോ ഞാൻ നെക്സ്റ്റ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിടുമ്പം പ്രത്യേകിച്ച് കളർ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കാരണം ഇതെല്ലാം ഒരു സെയിം കളറാണ്. ഇതിലിപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മൾക്കത് ബോയിലായോ എന്ന് പോയി നോക്കിയിട്ട് വരാം. സോ ഇപ്പോൾ നമ്മളത് ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ജസ്റ്റ് ഇനിയും 2 മിനിറ്റ്സ് വേണം. സോ ആ നേരത്തോട് നമ്മൾക്ക് ഈ ഒരു ബൗൾ മാറ്റി വെച്ചിട്ട് വേറെ ഒരു ബൗൾ എടുത്ത് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇനി അടുത്ത ബൗളെന്ന്. ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മളുടെ നെക്സ്റ്റ് ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എന്താ ഇടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഈ സംഭവം എല്ലാവർക്കും അറിയാലോ. സോ നമ്മൾക്ക് ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സോ ഇത് ഇളക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ച് ബോയിൽ ചെയ്യാൻ വെച്ച് പൊട്ടറ്റോസ് ആയെന്ന് നോക്കാം. സോ ബോയിൽ ചെയ്തെടുത്തു. ബോയിൽ ചെയ്തെടുത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതുപോലെ നമ്മളുടെ പൊട്ടറ്റോസ് ഇങ്ങനെ മുറിഞ്ഞ് വരണം. ആ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മൾ ഗ്യാസിൽ നിന്ന് എടുക്കേണ്ടത്, സ്റ്റൗവിൽ നിന്ന്. സോ നമ്മൾക്ക് ഈ വെള്ളം മാറ്റിക്കളയാം. നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ വെള്ളം പോവും. സോ നമ്മളുടെ വെള്ളമൊക്കെ പോക്കി കളഞ്ഞു. ഇനിയാണ് നമ്മൾ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. നെക്സ്റ്റ് ആദ്യം പൊട്ടാറ്റോസ് കട്ട് ചെയ്യാൻ ഉപയോഗിച്ച പ്ലേറ്റ് എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുക. ഈ നമ്മളുടെ 2 ഇൻഗ്രീഡിയൻസ് ഇവിടേക്ക് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ചായിട്ട്, അഥവാ നമ്മളുടെ ഇതിലിടാൻ പറ്റുന്നത്രയായിട്ട് പൊട്ടാറ്റോസ് ആ എഗ്ഗിലോട്ട് ഇട്ട് കൊടുക്കുക. എഗ്ഗിലോട്ട് ഇട്ട് കൊടുക്കുക പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്യണം. സോ അതുവരെ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ പൊട്ടറ്റോസ് നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അധികം വെന്ത് പോകാൻ പാടില്ല. വെന്ത് പോയാൽ നമ്മൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് പണിയായിരിക്കും, മീൻസ് അത് ചിലപ്പം ഒടിഞ്ഞോ. സോ ഇതാക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു പൊട്ടാറ്റോസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സ്, അഥവാ ഈ ഒരു കോൺഫ്ലോറിൻ്റെയും ഇതിൻ്റെയും ഒരു മിക്സിലോട്ട് നമ്മളിവിടെ കൈ കൊണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം കൈ കൊണ്ടാക്കുമ്പോഴാണ് നമ്മളുടെ അധികം എഗ്ഗും ഇതും ചിലവായി പോയില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ആക്കി വെച്ചെടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ നമ്മൾ എല്ലാം ആക്കി കൊടുക്കുക. സോ ഞാൻ അത് എല്ലാം ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. സോ നമ്മളിതെല്ലാം ആക്കിയെടുക്കുക. സോ നമ്മളിതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. സോ അതിനായി ഞാനിപ്പോൾ ഇവിടെ ചീഞ്ചട്ടിയെടുത്തു. ഇനിയിപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഒരു ഗായ്സ് ചീഞ്ചട്ടിമേലുള്ള കരിയൊക്കെ ഇനിയിപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾക്ക് ഞാൻ നെക്സ്റ്റ് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലോട്ട് നമ്മളുടെ പൊട്ടാറ്റോസ് സ്മാഷി ഓറിയോ എന്തൊക്കെ പറയാം, അതിൻ്റെ പൊട്ടലും ചീറ്റലും ഒക്കെ നിന്നതിന് ശേഷം മാത്രം നമ്മളതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ മേത്തോടെ പൊട്ടിത്തെറിക്കും. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അതിപ്പോൾ ഒരു ഏകദേശമായി നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം.